എൻ്റെ ഒരു എളിയ അഭിപ്രായം, ഈ ഒരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് ധാരാളം ആളുകൾ വരുമ്പോൾ അത് ശുചിത്വമുള്ളൊരു നഗരമായിരിക്കണം. നമ്മളുടെ ആരാധ്യനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ കാഴ്ചപ്പാട് തന്നെ സ്വച്ഛ ഭാരത് എന്നുള്ള കാഴ്ചപ്പാട്. ആ സ്വച്ഛ ഭാരത് ഇപ്പോൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ, നമ്മളുടെ ഈ നഗരത്തിൽ പോലും ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഉണ്ടായി ഇപ്പോഴും ഇല്ല. അദ്ദേഹം പറയുന്ന മാലിന്യ സംസ്കരണ പദ്ധതികൾ ഉൾപ്പെടെയുള്ള അമൃത് പദ്ധതികളിലൊക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള വകയിരുത്തുന്നുണ്ട്. അപ്പോൾ ഈ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൻ്റെ ഒരു സംസ്കാരം വളർത്തിയെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ വളരെയധികം യോജിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു വിഷയത്തിൽ വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം ആവശ്യമില്ല, അതിന് എല്ലാ കക്ഷികളും ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് BJP. സംസ്ഥാന അധ്യക്ഷൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. അപ്പോൾ കൊച്ചിയെപ്പോലെ കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമായിട്ടുള്ള കൊച്ചിയിൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുള്ള കൊച്ചിയിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടൊരു റോഡിൽ മാലിന്യം കിടക്കുന്ന, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളോടുള്ള എൻ്റെ വിയോജിപ്പ്, ഇപ്പോഴും ഏതാണ്ട് 40% പോലും മാലിന്യമുക്തമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള എൻ്റെ യാഥാർത്ഥ്യം. ഞാൻ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത ഡിവിഷനിലാണ് താമസിക്കുന്നത്. എൻ്റെ ഡിവിഷനിൽ നിന്ന് പ്രധാന റോഡിലേക്ക് ഒഴുകുന്ന വഴികൾ മുഴുവൻ ഏതാണ്ട് ഒരാൾ പൊക്കത്തിൽ ഇങ്ങനെ വേസ്റ്റ് കിടക്കുക. ആ വഴിയിലൂടെ നടന്നു പോകാൻ കഴിയില്ല. ആ മുഴുവൻ സ്ഥലങ്ങളിലും തെരുവ് നായ്ക്കൾ വന്ന് ആ ഭക്ഷണ പദാർത്ഥങ്ങൾ, വേസ്റ്റുകൾ വലിച്ച്, അത് തമ്മിൽ കടുപിടിയാണ്. കൊച്ചു കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അതിനൊക്കെ എന്താണ് ഇവർ ABC പരിപാടികളെന്നൊക്കെ പറയുന്നത്? ഇസഡ് പരിപാടികൾ, ഉറങ്ങിക്കിടക്കുന്ന പരിപാടികളാണ്. അപ്പോൾ ഒരു നഗരത്തിൽ വരുന്ന, നമ്മൾ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റിനെ ഇവിടെ ഫോർട്ട് കൊച്ചിയിലിട്ട് പട്ടി ഓടിച്ച് കടിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഇതാണ്. അപ്പം നമ്മൾ അതിനൊക്കെയുള്ള ഒരു പ്രതിവിധി എന്നുള്ള രീതിയിൽ തെരുവ് പട്ടികളുടെ ശല്യം, അത് തെരുവ് നായ്ക്കളുടെ ശല്യവും ഇതും ചേർത്ത് വായിക്കേണ്ടതല്ലേ മാലിന്യം? അതാണ് ഞാൻ പറഞ്ഞത്. ഈ മാലിന്യ എവിടെയൊക്കെ നിങ്ങൾ നോക്കിയോ മാലിന്യ കൂടിക്കിടക്കുന്നുണ്ടോ ആ ഭക്ഷ്യസാധനങ്ങളൊക്കെ ഈ തെരുവ് നായ്ക്കൾ, അതിൽ നമ്മൾ കൊച്ചു കുട്ടികളെ പോലും, ഞാനൊരു ഇരയായതാണ്. ഞാനൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഫോർട്ട് കൊച്ചിയിൽ വരെ പോയതാണ്. തിരിച്ച് തോപ്പുംപടിയിൽ ഇറങ്ങി അടുത്ത വണ്ടിയിൽ കയറാനായിട്ട് നടന്നു പോയ എന്നെ അവിടെ നിന്നൊരു പട്ടി വന്ന് കാലിൽ കടിച്ചു. അത് ഓടിപ്പോവുകയും ചെയ്തു. ഞാൻ നേരെ ഡോക്ടറെ വിളിച്ച്, ഒന്നും പറയാനില്ല, നേരെ മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി 18,000 രൂപയായി എനിക്ക് ഇഞ്ചക്ഷൻസും ട്രീറ്റ്മെൻറ്റുമായിട്ട്. ആലോചിക്കൂ, ഞാൻ നടന്നു പോയത് ആരാണ് ഉത്തരവാദി? എൻ്റെ പ്രധാനപ്പെട്ട ഞാനൊരു കാര്യത്തിന് പോവാണ്, എൻ്റെ ഒരു യാത്ര മുടങ്ങി, ആ കാര്യങ്ങളെല്ലാം പോയി. ഞാൻ അതല്ല സൂചിപ്പിക്കുന്നത്. അത് ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മുടെ നഗരത്തിൽ കൊച്ചു കുട്ടികൾ, നഴ്സറി പോകുന്ന കുട്ടികൾ ഭയപ്പെട്ടാണ് പോകുന്നത്. സ്ത്രീകൾക്ക് നടക്കാൻ പറ്റുന്നില്ല, വഴിയാത്രക്കാർക്ക് നടക്കാൻ പറ്റുന്നില്ല. ഇത് ഏറ്റവും അടിസ്ഥാനപരമല്ല. നമ്മുടെ വലിയ വലിയ ഫ്ലാറ്റുകളിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ വഴിയിൽ കൂടി നടന്നു പോകാനുള്ള ഒരു അവകാശം ഒരു പൗരനില്ലാവുന്ന രീതിയിലേക്ക് നമ്മളുടെ ഈ സ്മാർട്ട് സിറ്റി മാറണോ എന്നുള്ളത് ചിന്തിക്കണം. അപ്പം അതുകൊണ്ട് BJPയുടെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ കൃത്യമായിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ വിജയിച്ച ഇൻഡോർ മോഡൽ, അതിൽ ജൈവ മാലിന്യങ്ങളുടെ സംസ്കരണം, പ്ലാസ്റ്റിക്കിൻ്റെ വേർതിരിവ്, അതിന് വേറെയുള്ള ടെക്നോളജികൾ ഉപയോഗിക്കുക, ഇത്തരം ഒരു മോഡൽ കൊച്ചിയിൽ BJPക്ക് ഒരു അവസരം തന്നാൽ കൊച്ചിയുടെ മാലിന്യ സംസ്കരണത്തിന് ഒരു പുതിയ മാനം നൽകും എന്നുള്ളതാണ് BJPക്ക് പറയാനുള്ളത്.